അയലൂർ പാളിയമംഗലത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ VFPCKയുടെ മന്ദിരം കർഷകർക്കായി തുറന്നുകൊടുത്തു. കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചില ഘട്ടങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം കർഷകർക്ക് പ്രതിസന്ധിയാവാറുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പി പ്രസാദ് പറഞ്ഞു. നമ്മുടെ മഴക്കാലം, നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ മണ്ണിന്റെ പ്രത്യേകത, നമ്മുടെ പശ്ചിമഘട്ടം, അതെല്ലാം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും ഗുണമേന്മയുള്ളവയാക്കി മാറ്റുന്നുണ്ട്. മറ്റു പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ കേരളത്തിലെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു ഗുണമേന്മയുണ്ട് എന്ന് വെറുതെ പറയുന്നതല്ല. ഈ ഘടകങ്ങൾ കൊണ്ടാണ്, നമ്മുടെ പ്രത്യേകത കൊണ്ടല്ല, നമ്മുടെ മണ്ണിന്റെ പ്രത്യേകത കൊണ്ട്, നമ്മുടെ കാലാവസ്ഥ പ്രത്യേകത കൊണ്ട്. ഈ നമ്മുടെ മേന്മയുടെ ഘടകങ്ങളാണെങ്കിൽ നമുക്ക് ചില പ്രതിസന്ധികളുണ്ട്. മെച്ചം മാത്രമല്ല, ചില പ്രതിസന്ധികളുണ്ട്. ഒന്നാമത്തെ പ്രതിസന്ധി കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ്. അപ്പോൾ നമുക്ക് കാലാവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു കലണ്ടർ പോലും നമുക്കുണ്ടായിരുന്നു. നമുക്ക് ഇടവം പകുതിയാകുമ്പോൾ പെയ്യുന്ന മഴയെ ഇടവപ്പാതി എന്ന് നമ്മൾ വിളിച്ചു. തുലാമാസത്തിൽ പെയ്യുന്ന മഴയ്ക്ക് തുലാവർഷം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ചില മാസങ്ങളിൽ മഴ പെയ്താൽ, കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയും കനകം വിളയും എന്നൊക്കെ പറയുമായിരുന്നു. ചില മാസങ്ങളിൽ മഴ പെയ്താൽ മലയാളം മുടിയും എന്ന് പറയും. ചില മാസങ്ങളിൽ മഴ പെയ്താൽ ഭയങ്കരമായ ഉയർച്ച ഉണ്ടാകുന്നത്. ഇതൊക്കെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം തകിടം മറിയുകയാണ്. നമ്മൾ നിശ്ചയിക്കുന്ന സമയത്തൊന്നും അല്ല മഴയൊന്നും വരുന്നത്. കാലാവസ്ഥയിലെ ഈ മാറ്റം നമുക്കുള്ളൊരു കൃഷിക്കൊരു ദോഷകരമായി വരുന്ന ഒരു ഘടകം. കെ ബാബു MLA അധ്യക്ഷനായി. മുതിർന്ന കർഷകൻ പി തങ്കപ്പൻ, മികച്ച കർഷകൻ A ലത്തീഫ്, മികച്ച യുവ കർഷകൻ I അസ്നാർ, മികച്ച വ്യാപാരി AB പ്രദീപ് എന്നിവരെ ആദരിച്ചു. പ്രൊജക്ട് ഡയറക്ടർ സാജൻ ആൻഡ്രൂസ് പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C ലീലാമണി, അയലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S വിഘ്നേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം R ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മഞ്ജുള സുരേന്ദ്രൻ, റെജിന ചാന്ദ് മുഹമ്മദ്, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു. സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് K സുരേഷ് സ്വാഗതവും VFPCK ജില്ലാ മാനേജർ ബിന്ദുമോൾ മാത്യു നന്ദിയും പറഞ്ഞു.